കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കയ്യേറത്തപ്പോ അരക്കൽ അബു കൈപ്പുഴ കുഞ്ഞപ്പനെ വിടില്ല ഇപ്രാവശ്യം. ടീം മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തിട്ട് പോയത്. ഇപ്രാവശ്യം വിടാൻ ഉദ്ദേശിക്കുക. ശ്രീ മമ്മൂട്ടി ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ഒരു സർപ്രൈസ് ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗോണ ബി എ മേജർ സർപ്രൈസ്. സർബത്ത് ഷമീർ ഷമീറിന്റെ കൂടെ ഉണ്ടായിരുന്ന ജോയിൻ ചെയ്തവരൊക്കെ ഇപ്പം CAയും SP വരെയൊക്കെ ആയി. സാത്താൻ സീവറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മട്ടവും പോയി, $1 മില്യൺ പോയി. സാത്താന് എന്താ സംഭവിച്ചതെന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ് ഇപ്രാവശ്യം. നിഖില വിമൽ ഈ സിനിമയിൽ ഒരു ഡാൻസ് നമ്പറിൽ ആട് പോലൊരു സിനിമയിൽ ഇത്രയും നല്ലൊരു ആക്ട്രസ് ആയ നിഖില വിമലിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഐറ്റം ഡാൻസ് കളിപ്പിച്ചിട്ട് വിടും എന്ന് തോന്നുന്നുണ്ടെന്ന്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതുവരെ വിനായകനെ കുറിച്ച് ആരും കേൾക്കാത്ത ഒരു പരാതി തന്നെ. പുള്ളി എന്ത് പ്രശ്നമുണ്ടെങ്കിലും 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് സെറ്റ് ചെയ്യും. വിനായകനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ആകുമ്പോൾ മാത്രം അതിനെ ഇച്ചിരി വലുതായിട്ട് കാണിക്കുന്നു എന്നല്ല, അത് അദ്ദേഹത്തിന്റെ ഇത് വെച്ചാൽ. പക്ഷെ അത് എല്ലാ ആക്ടേഴ്സുമായിട്ടുണ്ടാവും. ഡ്രൈവർ പൊന്നപ്പൻ സർപ്രൈസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. അധികം ആരും ആലോചിക്കാത്ത അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രസിദ്ധനാണ് വിജയ് ബാബു. 27-ാം വയസ്സിൽ 1 കോടി ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടായിട്ടും പതിയെ കോർപ്പറേറ്റ് ജോലി അങ്ങ് വിട്ട് ഒട്ടും സെർട്ടൺ അല്ലാത്ത പ്രൊഡക്ഷനിലേക്ക് കിടക്കുക, പരാജയപ്പെട്ട സിനിമയുടെ 2ാം ഭാഗം ഇറക്കി അത് വിജയിപ്പിക്കുക, അങ്ങനെയുള്ള ചെയ്തികളെല്ലാമാണ് ആശാന്റെ ഇഷ്ടവിനോദം. വിജയ് ബാബു ആണ് ആട് 3യെ പറ്റി സംസാരിക്കാൻ ചേരുന്നത്. ഒന്നും ആട് 3യെ പറ്റി വിട്ടു പറയില്ല എന്നതാണ് ഈ അഭിമുഖത്തിന്റെ ഒരു പ്രത്യേകത. നമസ്കാരം. നമസ്കാരം. ഒന്നും വിട്ടു പറയില്ലെന്നല്ല, എന്റെ കുറച്ച് സർപ്രൈസുകൾ നമ്മള് ജനങ്ങൾക്ക് വേണ്ടി വെക്കണ്ടേ. എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖം പോകും, ക്യൂരിയോസിറ്റി പോകും. എന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാം ചകഞ്ഞ് കുറെ കാര്യങ്ങൾ എടുത്ത് നിങ്ങളുടേതായ കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. കുറെ കഥകള് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനൊന്നും ഒരു ഒബ്ജക്ഷനും പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ എന്നാ പറയുന്നത്. ഈ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയില് പരാജയപ്പെട്ട ഒരു സിനിമയുടെ 2ാം ഭാഗം എടുത്തത് വിജയിപ്പിക്കുക. അതിന് ഏകദേശം ആ 2ാം ഭാഗത്തിനേക്കാൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നടന്നപ്പോ എല്ലാരും ഇങ്ങനെ പരാജയപ്പെട്ട സിനിമയുടെ 2ാം ഭാഗം എടുക്കുന്നു, എന്താണ് നിങ്ങൾക്ക് വട്ടാണോ, ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അനൗൺസ് ചെയ്യുമ്പോൾ ലോക സിനിമാ ചരിത്രത്തില് 2ാമതായി ഒരു സിനിമയ്ക്ക്, ഫ്ലോപ്പ് സിനിമയ്ക്ക് 2ാം ഭാഗം എടുക്കുന്ന സിനിമ എന്ന് അനൗൺസ് ചെയ്യാം. അപ്പൊ ആളുകൾ ചോദിച്ചത് എന്താ 2ാമതായി, ആദ്യം ഏതാ? എനിക്ക് പറഞ്ഞുകൂടാ, പക്ഷെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കാര്യങ്ങളുമായിട്ട് വരുമല്ലോ, അന്ന് ഇനി ഒരു ഉത്തരം പറഞ്ഞത് മാറ്റി പറയണല്ലോ എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഇത് 2ാമതായി എന്ന് പറയാം. കാരണം സ്വാഭാവികമാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ സോഷ്യൽ മീഡിയ കൗണ്ടർ ചെയ്യുമല്ലോ. അങ്ങനെ 2ാമതായി എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആദ്യമായി എന്ന് പറയുമ്പോ നമുക്കത് കൗണ്ടർ ആദ്യത്തിലേക്ക് കൊണ്ടുവരാം. വിനായകൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു താരമാണല്ലോ. ഇദ്ദേഹത്തെ താരമായിട്ടും നടനായിട്ടും പ്രൊഡ്യൂസേഴ്സിനും സിനിമാ പ്രവർത്തകർക്കും വലിയ ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല എന്നുള്ളത്. ഇത് എളുപ്പമാണ് അദ്ദേഹത്തെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാനും ട്രീറ്റ് ചെയ്യാനും. എങ്ങനെയാണ് അദ്ദേഹത്തെ മാനേജ് ചെയ്യുന്നത്? ഒരു നല്ല കലാകാരനാണ്. അമേസിംഗ് ആക്ടർ. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നത് വേ ഓഫ് ലിവിങ്. അതിലേക്ക് ഞാൻ പറയുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് സെറ്റ് ചെയ്യും. ഇതുവരെ വിനായകനെ കുറിച്ച് ആരും കേൾക്കാത്ത ഒരു പരാതി തന്നെ. പുള്ളി എന്ത് പ്രശ്നമുണ്ടെങ്കിലും 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് സെറ്റ് ചെയ്യും. ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ പുള്ളി വേറൊരു മനുഷ്യനാണ്. പുള്ളി തരുന്ന പെർഫോമൻസ് അത് മാച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പുള്ളിക്ക് അൺമാച്ചബിൾ ആണ്. അത്ര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് വിനായകൻ. ഓഫ് ദ സെറ്റ് ദാറ്റ് ഇസ് ഹിസ് ലൈഫ്. അത് നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിനായകനുമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് നോർമൽ ഡേറ്റ് വൈസ് ഇഷ്യൂസ് ക്ലാഷ് അത് എല്ലാ ആക്ടേഴ്സുമായിട്ടും വരും. നമ്മൾ ചിലപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇപ്പം വിനായകനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ആകുമ്പോൾ മാത്രം അതിനെ ഇച്ചിരി വലുതായിട്ട് കാണിക്കുന്നു എന്നല്ല, അത് അദ്ദേഹത്തിന്റെ ഇത് വെച്ചാൽ. പക്ഷെ അത് എല്ലാ ആക്ടേഴ്സുമായിട്ടും ഉണ്ടാവും. ജയസൂര്യയായിട്ടും ക്രിയേറ്റീവ് ഡിഫറൻസ് വരാറുണ്ട്.
ധർമ്മജനുമായിട്ടും ചില കോമഡി നമ്മൾ ഇപ്പം വേണ്ടാന്ന് പറയുമ്പോൾ ധർമ്മജന് വിഷമം വരും, ഇതെന്താ എടുത്താൽ ഇതെല്ലാം എടുത്ത്. അപ്പം അതേ ക്രിയേറ്റീവ് ഡിഫറൻസുകൾ എല്ലാ സിനിമയിലും വരുന്ന പോലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസ് നമുക്ക് വിനായകനുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ചില കാര്യങ്ങൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ പുള്ളി പിണങ്ങി പോയി കാരോണി ഇരിക്കും, ചിലപ്പോൾ ഇറങ്ങി പോകും. ആദ്യം പുള്ളി വോൺ ചെയ്യും, ഇതിനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് വോൺ ചെയ്യും, ചിലപ്പോൾ ഇറങ്ങി പോകും. പിന്നെ അടുത്ത ദിവസം പുള്ളി അനുനയിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, അനുനയിപ്പിക്കാൻ പാടാ. പക്ഷെ പുള്ളി സ്വയമായിട്ട് അങ്ങ് അനുനയിച്ചോളും. പുള്ളി ഒരു ഹ്യൂമൻ ആണ്. അതായത് പുള്ളി കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കുമ്പോ പുള്ളിക്ക് വിഷമം വരും. അതായത് അവര് എന്നെ കാത്തിരിക്കുകയല്ലേ, അതായത് ഇത്ര ആൾക്കാരല്ലേ, അപ്പൊ തന്നെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞുതരാം എന്ന് പറയും. നമുക്കറിയാം ആ കോള് വരുമെന്ന്. അപ്പൊ പുള്ളിക്ക് അങ്ങനെ ചില ആദ്യം പെട്ടെന്ന് ദേഷ്യം വരുമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ പിന്നെ പോയി ഇരുന്നിട്ട് പുള്ളി തന്നെ സ്വയം അങ്ങ് അനുനയിച്ചോളൂ. നമ്മൾ അനുനയിപ്പിക്കാൻ നോക്കാൻ പോയാലാ പുള്ളി സ്വയം അനുനയിച്ചോളൂ. പുള്ളിക്ക് അങ്ങനെ ഒരു ഹ്യൂമൻ നേച്ചർ പുള്ളിയുടെ ഉള്ളിലുണ്ട്. അത് പുള്ളി അത് സോർട്ട് ചെയ്തെങ്കിൽ വന്നോളൂ. മമ്മൂക്ക ഉൾപ്പെടെ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടാണ്. അതെ, അത് ഇതുകൊണ്ടായിരിക്കും. പുള്ളി ഒരു ഉള്ളിലൊരു പാവം മനുഷ്യനാണ്. ഉള്ളിന്റെ ഉള്ളിലൊരു പാവം മനുഷ്യനാണ്. അപ്പൊ അത് പുള്ളിക്ക് ഇച്ചിരി സമാനമായിട്ട് പുള്ളി തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പുള്ളി തന്നെ അങ്ങ് സ്വയം മാറിക്കൊള്ളു. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ എന്നെ അടുത്ത് വിളിച്ചിട്ട് നമ്മളത് കേൾക്കും. ഉപദേശിക്കാറുണ്ടോ എന്നെയോ? അല്ല, അങ്ങോട്ട് ഒരു സുഹൃത്ത് നീ ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയ അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ്. ഐ മീൻ അസാമാന്യമായ നോളജ് ഉള്ള ആളാണ്. അതെ അതെ അതെ. ഐ മീൻ പുള്ളി ഏത് ടോപ്പിക് കൊടുത്താലും അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരാളെ നമ്മളെന്ത് ഉപദേശിക്കാനാ? ജയസൂര്യയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഏകദേശം 3 വർഷമായി ഒരു മലയാളം സിനിമ ചെയ്തിട്ട്. ഒരു സിനിമ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2 വ്യത്യസ്തമായ 2 ജോണറിലുള്ള 2 നല്ല സിനിമകളല്ലേ വരുന്നത്. അപ്പൊ അതിന് ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ജയൻ എന്തിനാണ് ഇത്രയും, നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പൊ 6 പടങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷം കത്തനാറിന്റെ സ്ക്രിപ്റ്റ് ആദ്യം കേട്ടത് ഞാനാണ്, അത് അനൗൺസ് ചെയ്തത് ഞാനാണ്. അപ്പൊ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് അറിയാം. ആ സമയത്ത് നമ്മൾ 3 പ്രോജക്ട്സ് ആണ് പ്ലാൻ ചെയ്തത്. ഒന്ന് ആടുത്രി, 2 സത്യന്റെ ബയോപിക് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കത്തനാർ. അപ്പം ആ സമയത്ത് ഈ 3 എണ്ണം വലുതെന്ന് പറയുമ്പോൾ അത് ബാക്ക് ടു ബാക്ക് 3ഉം 2 വർഷത്തോളം വേണ്ട പരിപാടികളാണ്. അപ്പം എൻ്റെ അടുത്ത് ജയൻ ഡിയർ, ഇത് 3ഉം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് വേറെണ്ണം മാറ്റി ചിന്തിക്കണോ? അന്നേരം മാറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആടായിരിക്കില്ല എന്തായാലും, കാരണം ആട് എൻ്റെ ഫ്രാഞ്ചൈസിയാണ്. പിന്നെ സത്യന്റെ ബയോപിക് ഞാൻ പൈസ കൊടുത്ത് റൈറ്റ്സ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, ഫാമിലിയുടെ കയ്യിൽ നിന്ന് അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കത്തനാർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റ്. അപ്പം ആലോചിക്കുമ്പം കത്തനാർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിനിമയല്ല, അത്രമാത്രം അതിനകത്ത് പരിപാടികളുള്ളൊരു സിനിമയാണ്. അപ്പം റോജനാണ്, അതപ്പോൾ റോജനും വെയിറ്റ് ചെയ്യുന്നു, നമ്മുടെ ബോയ് തന്നെയാണ്. അപ്പം ആ ടീം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടീമാണ്. അപ്പം പിന്നെ ഈ മെൻ്റലി എനിക്ക് കത്തനാരിലേക്ക് എത്താൻ ടൈം എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചാനലിൽ ഇരുന്നിട്ട് കത്തനാർ ചെയ്തിട്ടുണ്ട്. ഇത് അതൊന്നും അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ മെൻ്റലി ഒരു ബ്ലോക്ക്, ഒരു ഹുക്കുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ എന്നോട് വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ ഗോകുലത്തിന് താല്പര്യമുണ്ട്, അവർ ചെയ്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ 2019 ആടിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, ലെറ്റ് ദം ഡു ഇറ്റ് എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി കൊടുത്തൊരു കാര്യമാണ്. അവരത് വൃത്തിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ സിനിമയുടെ അകത്ത് ഒരുപാട് ക്യാമിയോകൾ, ഒരുപാട് സർപ്രൈസുകളൊക്കെ പറ്റുന്നു, സോഷ്യൽ മീഡിയയിൽ സർപ്രൈസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് ക്ലാരിറ്റികൾ വരുത്താമെന്ന് വിചാരിച്ചിരുന്നു. ശ്രീ മമ്മൂട്ടി ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ക്യാമിയോ എടുത്തുന്നു, വ്യാപക പ്രചാരണങ്ങൾ കേട്ടിരുന്നു. അത് ഞാനും കേട്ടിരുന്നു. അതില് നമുക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റില് ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് പല ചർച്ചകൾ നടന്നു. പക്ഷെ പിന്നെ നമ്മളത് ലാസ്റ്റിലേക്കാണ് ഷൂട്ട് ചെയ്യാൻ വെച്ചത്. ലാസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ച് പിന്നെ നമുക്ക് തോന്നിയത് അതിനകത്ത് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ല. അപ്പൊ അതൊരു ക്രിയേറ്റീവായിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാലോ എന്നിങ്ങനെ. സ്പേസ് വളരെ, ദോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ സ്പേസ് അത്രേ വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് ആടെന്ന് പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിനെ ഇതിൽ വരുമ്പോൾ
ആടെന്ന് പറയുന്ന കോൺസെപ്റ്റും മമ്മൂക്കും കൂടെ എങ്ങനെ മാച്ചായി പോകും. മാച്ച് ആയി പോകുക, പിന്നെ അദ്ദേഹത്തോട് പോയി പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ലോജിക്ക് വേണം. നമ്മൾ അതിന് എന്തുകൊണ്ട് മമ്മൂക്ക എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കണം. അപ്പം ഞങ്ങൾ പിന്നെ ആ സമയത്താണ് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിന് പോവുകയും വല്ലതും ഇതായിട്ട് പോയിട്ട് ചെന്ന പേട്രിയോട്ട് കഴിഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തി. പിന്നെ വേറെ പല നെയിംസും ഡിസ്കസ് ചെയ്യപ്പെട്ടു. പിന്നെയാണ് നമ്മളത് ആലോചിച്ചത്, ആടെന്ന് പറയുന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇതായിരിക്കില്ല. അതുകൊണ്ട് ഒരു ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗോണ ബി എ മേജർ സർപ്രൈസ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിനിമയുടെ പിന്നെ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാനായിട്ട് ഒരു ഹോളിവുഡിൽ നിന്നും ഒരു ആലിയ ബോണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ ആക്ട്രസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മലയാളത്തിലേക്ക്. അവരവിടെ സ്റ്റണ്ട് സ്പെഷ്യലിസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ ഭാഗമായിട്ടുണ്ടെങ്കിലും അവർ ഇന്ത്യയിൽ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. മലയാളം എന്ന് പറയുന്നത് അവർക്ക് ബേസിക്കലി ഒരു ഏലിയൻ ലാംഗ്വേജ് ഞാൻ ഷോക്കറായിരുന്നു. കാരണം ഇവിടെ ഇത്രയും ഇൻഡസ്ട്രി ഉണ്ടെന്നും ഇവിടെ ഇത്രയും ഭാഷയുണ്ടെന്നും ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇവിടുന്നും കുറച്ച് സിനിമകൾ വരുന്നുണ്ടെന്നൊക്കെ അവരെ അറിയുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ എല്ലാം ഓൺലൈനിലായിരുന്നു അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. അവരുടെ മലയാളം ഒക്കെ നമ്മൾ തൽക്കാലം ലിപ്പൊക്കെ പഠിപ്പിച്ചെങ്കിലും അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ പണ്ടൊക്കെ മലയാള സിനിമയിൽ ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ഇന്ത്യയിൽ ഉള്ള തന്നെ ആക്ടേഴ്സിനെ ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ അഭിനയിപ്പിക്കും, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അവർക്കൊക്കെ ഈ മിക്കവാറും ഉള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഒരു വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യൻ ആധാർ കാർഡുണ്ട്, ഇന്ത്യൻ പാൻ കാർഡ്, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വരെയൊക്കെ ഉണ്ട്. അപ്പം അതാണ് നമ്മൾ അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ പേപ്പർ വർക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവരെ അഭിനയിക്കും. പക്ഷെ ഇവര് അവിടെ നിന്ന് വരുന്നവരാണ്, ഇവർക്ക് ഇവിടെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മലയാള സിനിമ എന്ന് പറയുന്ന ഞാൻ പറയുന്നത് ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. നമ്മൾ സാധാരണ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ട് അങ്ങ് വിടും. അവിടെയാണ് നമ്മൾ ഇതിലെ ഒരു ഇമിഗ്രേഷൻ്റെ ഇതറിയുന്നത്. ഇവരെ അത് ഇല്ലീഗലാണ്, ലേറ്റ് ആയിപ്പോയി. അപ്പം ഇവർ വന്ന് എല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂം ട്രയലും എല്ലാം കഴിഞ്ഞ് ആടിൻ്റെ ഷൂട്ടും തുടങ്ങി. ഇനി ഇവരെ നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇവരെ തന്നെ വേറൊരാളെ നമുക്ക് അവർ ടൂറിസ്റ്റ് വിസയിൽ വരുന്നു, ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ട്രയൽ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക, ഷൂട്ടിന് ആയി. ഇതെങ്ങനെയാണ് നമ്മൾ ഇവരെ ഇനി കൊണ്ടുവരിക? കാരണം കാനഡ ഇന്ത്യ ആയിട്ട് എന്തോ ഇഷ്യൂ വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാനും പറ്റണില്ല. അങ്ങനെ ഇവർ ബേസിക്കലി അവർ ഇന്ത്യയിൽ വന്നിട്ടില്ല, അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് ബിസിനസ് വിസ അതായത് വർക്ക് വിസ റിജക്റ്റ് ആകുന്നു. ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. അവസാനം നമ്മൾ സുരേഷ് ഗോപി സാറിനെ വിളിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ജെന്യുവിനാന്ന് പറഞ്ഞു. ഈ ത്രൂ പ്രോപ്പർ ചാനൽ അദ്ദേഹം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നു. സച്ച് എ ജെന്യുവിൻ പേഴ്സൺ ഈസ് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഒരു കാര്യം ജെന്യുവിൻ ആണെന്ന് അറിയുമ്പോൾ പുള്ളി ഇടപെടുന്നു, ഒഫീഷ്യലായിട്ട് തന്നെ ഇടപെടുന്നു, എന്തുകൊണ്ട് എന്ന് കാര്യം അന്വേഷിക്കുന്നു. ചെറിയൊരു കാര്യ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അവർ വന്നു, പ്രോപ്പർ ചാനലിൽ വന്നു, അവർ അഭിനയിച്ചു, അവർ പോയി. ഇദ്ദേഹം ആദ്യമായിട്ടല്ലേ ഇപ്പം ആടുജീവിതത്തിന് അവരവിടെ പെട്ടുപോയപ്പോൾ നമുക്ക് അങ്ങനെ ഒരാള് നമ്മളെ റെപ്രസെന്റ് ചെയ്തുണ്ടെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് അറിയുന്നവർക്ക് പുള്ളി ജെന്യുവിൻ കാര്യമാണെങ്കിൽ സുരേഷ് ചേട്ടനത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. വേറെ ആരാ നമ്മളെ വിളിക്കും ഒരു കാര്യത്തിന്? വേറെ ആരാ നമുക്ക് സിനിമയെക്കുറിച്ച് അറിയാവുന്ന എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഉള്ള മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ നമുക്കതൊരു വലിയ അനുഗ്രഹമാണ്. സുരേഷിന് നമുക്ക് വലിയൊരു ഹെൽപ്പ് അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ചെറിയ ഒരു കാര്യമാണ്, പക്ഷെ നമ്മളത് സുരേഷ് ചേട്ടനെ പോലെ ഒരാള് സിനിമയെക്കുറിച്ച് ആണെങ്കിൽ ദ പ്രോസസ് ക്യാൻ ടേക്ക് എ ലോങ്ങർ ടൈം. ഇത് നമുക്ക് എത്രയും വേഗം ചെയ്തു, കുറച്ച് നാൾ വെയിറ്റ് ചെയ്തെങ്കിലും എത്രയും വേഗം ചെയ്തു തന്നു. അവര് വന്നു, അഭിനയിച്ചു, പ്രോപ്പർ ചാനലിൽ തന്നെ വന്നു, അഭിനയിച്ചു പോയി. ഈ സിനിമയിൽ മറ്റൊരു ക്യാമിയോ അല്ലെങ്കിൽ മറ്റൊരു അപ്പിയറൻസ് ആയിട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ സർഫേസ് ചെയ്തിരുന്ന മറ്റൊരു പ്രചാരം എന്ന് പറയുന്നത് നിഖില വിമൽ ഈ സിനിമയിൽ ഒരു ഡാൻസ് നമ്പറിൽ നിഖില വിമൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രസ് കോൺഫറൻസിൽ കാണാൻ. വളരെ ഗ്ലാമറസ് ആയിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായിരിക്കും? കാരണം നിഖിലയും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുന്നുണ്ടോ? നിഖില വിമൽ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന
ഏറ്റവും നല്ല ആക്ട്രസുകളിൽ ഒരാളാണ്. ആ മിഥുൻ മാനുവൽ തോമസിന്റെ അടുത്ത സുഹൃത്ത്. അടുത്ത സിനിമകളിൽ ശക്തമായ ചെറുതും വലുതുമായ വേഷങ്ങൾ നിഖില ചെയ്തിട്ടുണ്ട്. ആട് പോലൊരു സിനിമയിൽ ഇത്രയും നല്ലൊരു ആക്ട്രസ്സായ നിഖില വിമലിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഐറ്റം ഡാൻസ് കളിപ്പിച്ചിട്ട് വിടും എന്ന് ഞാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ടേം ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് പോലും അറിഞ്ഞൂടാ. അത് കുറുക്കി കൊള്ളുന്ന ഉത്തരം നിഖില തന്നെ തന്നിട്ടുണ്ട്. ഞാൻ പ്രസ് കോൺഫറൻസിൽ പറയാം. അപ്പൊ എന്തായാലും അതവിടെ നിക്കട്ടെ, ഞങ്ങൾ അത് പറയാം. ഒരു അർദ്ധസദ്യയാക്കി വെക്കല്ലേ. എന്തായാലും ഉടനെ തന്നെ ട്രെയിലർ ലോഞ്ച് വരുന്നുണ്ടല്ലോ. Yes, yes, അപ്പൊ yes. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസിനെ മീറ്റ് ചെയ്യുമല്ലോ, പറയാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചും കൂടെ അങ്ങോട്ട് പൊക്കോട്ടെ. മറ്റൊരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനുള്ളത്, ആടിന്റെ ഏറ്റവും വലിയൊരു ഒരു പവർഫുൾ ഫാക്ടർ, ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന തീം മ്യൂസിക്, പടത്തിന് ഓവറോൾ ഉള്ള ഹ്യൂമർ സ്വഭാവം നിലനിർത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ RR ബാക്കിങ്. പക്ഷെ ഈ അടുത്ത് അദ്ദേഹത്തെ 1-2 സിനിമകളിൽ നിന്ന്, അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ലാസ്റ്റ് നിമിഷം ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പേരായിരിക്കും, അവസാനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് മായുകയും വേറൊരു മ്യൂസിക് ഡയറക്ടർ അവിടേക്ക് വരികയും, ഗോപി സുന്ദർ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊബ്ബയുടെ സമയത്ത് ദിലീപേട്ടൻ വിളിച്ച് പറയാണ് ഒരു സിനിമയുണ്ട് രക്ഷിക്കണേടാ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം അദ്ദേഹം വരുന്നു എന്നൊക്കെ പറയാണ്. ഈ ഷാൻ റഹ്മാനുള്ള വിശ്വാസം ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ടോ? എന്താ അതൊക്കെ ഓരോ സിനിമകളുടെ ഇതാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഉം. ഓരോ സിനിമയ്ക്കും ഓരോ എക്സ്പെക്ടേഷൻ, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷാൻ റഹ്മാൻ തന്നെ ക്രിയേറ്റീവ് ഡിഫറൻസുകൾ നമുക്ക് ഓരോ സിനിമയിലും ഉണ്ടാവും. പല ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സിനിമകളിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഇതിൽ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ, ഒറിജിനൽ തീം, ഇതിൽ ലോഡ് കൂടുതലാണ്. ഇതിൽ ലോഡ് എന്ന് പറയുന്നത് ഒരുപാട് ലോഡുണ്ട്. കാരണം പഴയ കാലം, പുതിയ കാലം, അങ്ങനത്തെ ലോഡ് കൂടുതലുണ്ട്. ഷാൻ റഹ്മാന് തന്നെ മ്യൂസിക് ഡയറക്ടറും ഷാനാണ്. ഈ പഴയ തീം ആണെങ്കിൽ ഇതെല്ലാം റീഡു ആണ്, പുതിയ ഇൻസ്ട്രുമെന്റേഷൻ, പുതിയ അത് ബിജിഎത്തിന്റെ ഭാഗമാണ്. സോ ലോഡ് കൂടുതലാണ്. അപ്പം നമ്മൾ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന ഈ ഫ്രഷ് ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അത് ഡോൺ വിൻസെന്റ് ആണ് ചെയ്യുന്നത്. രണ്ടും പാരലലി ആണ് വർക്ക് നടക്കുന്നത്. ഇവർ രണ്ടും കൂടെ മെർജ് ആക്കുകയാണ്, രണ്ടുപേരും. അപ്പം രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്താണ്, ഫുൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരു ലോഡ് നമ്മൾ വിചാരിക്കുന്നത് ഇത് വലുതാണ്. അപ്പം പാസ്റ്റിലും നമുക്ക് കുറെ മ്യൂസിക് തീമായിട്ട് വരുന്നുണ്ട്, പ്രസന്റിൽ വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്, സോങ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ടൈം ലൈൻസ് വെച്ചിട്ട് അത് ചിലപ്പം വർക്ക് ആയേക്കില്ല എന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട്. ആദ്യമായിട്ടായിരിക്കും ആടിന്റെ ഫ്രാഞ്ചൈസിൽ രണ്ടുപേരും അല്ല, മ്യൂസിക് ഡയറക്ടർ ആൻഡ് ഒറിജിനൽ തീം ഷാൻ തന്നെയാണ്. മ്യൂസിക് ഡയറക്ടറിന്റെ ഒറിജിനൽ തീം സോങ്സും എല്ലാം ഷാൻ്റെ തന്നെയാണ്. ഈ അല്ല ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിഥുനായിരിക്കും അതിന്റെ കറക്റ്റായിട്ട് എന്റെ ഇത് പറയാനായിട്ട്. when you interview Midhun, you can ask him. But രണ്ടും കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. If you look at the designation also, you can see music director and original themes belongs to Shan, and he's doing that. And background score comes with Don Vincent. പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ലോകയുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട്. ലോകയുടെ ക്രെഡിറ്റ് അതിന്റെ ടീമിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതിന് അവസരം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയായ കാര്യമേ അല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വുമൻ സെൻട്രിക് സിനിമകൾ എന്നും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, വൈശാലി സംഭവിച്ചിട്ടുണ്ട് എന്നും. ഞാൻ തന്നെ ജൂൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഞങ്ങളാണ്, ഏത് രീതിയിൽ പറഞ്ഞാൽ അതിന് നമുക്ക് കീറി മുറിച്ച് അതിനെ വ്യാഖ്യാനിപ്പിക്കാം. ആ സ്പേസ് അല്ല ഉദ്ദേശിച്ചത്, ഈ സ്പേസ് ആണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആ ഒരു ചർച്ച, അങ്ങനെ ഒന്നുമല്ല. ലെറ്റ് us നോട്ട് അത് വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകളും സ്ത്രീ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള സിനിമകളും ഇവിടെ കാലാകാലങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, ആ ഓരോ കാലത്തിനും അനുയോജ്യമായ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ആ കാലത്ത് നല്ല ബഡ്ജറ്റുള്ള സിനിമയാണത്, അല്ലേ? അപ്പം കാലം മാറുമ്പോൾ ഇപ്പോൾ വേഫയർ പോലൊരു പ്രൊഡക്ഷൻ ഹൗസിന് അതെടുക്കാനുള്ള ധൈര്യം വരുന്നു, അല്ലേ? ആ ധൈര്യം എന്ന് പറയുന്നത് അതൊരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അതിൽ ദുൽഖർ സൽമാൻ എന്ന സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിൽ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ യങ് സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ചന്ദ്ര എന്ന് പറഞ്ഞു വരുന്നു, അല്ലേ? അപ്പം
അങ്ങനെ പ്ലേസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ ഇറ്റ്സ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത് വേഫെയർ ടീമിനും ദുൽഖർ സൽമാൻ അത് സെലക്ട് ചെയ്ത ദുൽഖറിനും അതിന് ട്രസ്റ്റ് ചെയ്ത വേഫെയർ ടീമിനും അതിൻ്റെ ഡയറക്ടറായ അരുൺ ഡൊമിനിക്കിനും മാത്രമുള്ളതാണ്. അരുണുമായി ഞാൻ ഈ സിനിമ ഇതിൻ്റെ സ്ക്രിപ്റ്റ് മുമ്പ് വേഫെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം അതിൻ്റെ സ്കോപ്പും അറിയാം, പല കാര്യങ്ങളും അറിയാം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പല ചർച്ചകൾ, ക്രിയേറ്റീവ് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഐ ബിലീവ് ദാറ്റ് അത് ദുൽഖറിന്റെ ടീം ഏറ്റെടുത്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ആവുന്നത്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഐ ഹാവ് ടു ഈ ക്യാമിയോസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോസ് നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് വേണ്ടി ഐ ഹാവ് ടു ഗോ ആൻഡ് കൺവിൻസ് ദീസ് പീപ്പിൾ. സോ അത് എന്ത് ഈസി ആവുകയാണ്, ദുൽഖറിനെ പോലുള്ള സ്റ്റാർ അത് കൺവിൻസ് ആയതുകൊണ്ട് പ്രോജക്ട് ഇസ് ഡൺ. ബാക്ക്വേർഡ്സ് വന്നു. സോ ബാക്ക്വേർഡ്സ് വരുമ്പോൾ സോ അതാണ് ലോക്കയുടെ ധൈര്യവും റീസണും ആൻഡ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വുമൻ സെൻട്രിക് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ അതങ്ങനെ തന്നെയായിരുന്നു സിനിമ. അതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത് ആരും സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് എന്നും നല്ല സിനിമകൾ, വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ചില ആ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു മെയിൽ സെൻട്രിക് എന്നുള്ള ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഒരു മെയിലാണെങ്കിലും ശക്തമായ സ്ത്രീ കഥാപാത്രം ഇല്ലാതെ ആ സിനിമ വിജയിച്ചിട്ടുണ്ടോ? എത്രയോ സിനിമകളിൽ ഇപ്പം ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ രേവചേച്ചി ഇല്ലെങ്കിൽ എന്ത് ദേവാസുരം അല്ലേ, ശക്തമായ സ്ത്രീ കഥാപാത്രം അല്ലേ. ആറാം തമ്പുരാനില് അല്ലെങ്കിൽ ഇപ്പൊ കന്മദത്തില് അല്ലെങ്കിൽ ഏതോ ഒരു സിനിമ എടുത്ത് നോക്കും അല്ലേ. അപ്പം അതൊരു കോമ്പിനേഷനാണ്. ചിലതിൽ വിമൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്, അതിന് മെയിൽ ക്യാരക്ടേഴ്സിൻ്റെ മെയിൽ സപ്പോർട്ട് ഉണ്ടാവും, ചിലതിൽ മെയിൽ സപ്പോർട്ട് ആയിരിക്കും. പക്ഷെ എന്നും അത് ബാലൻസ് ചെയ്യപ്പെട്ട് തന്നെയാണ് സിനിമയിൽ പൊക്കോണ്ടിരിക്കുന്നത്. അതിലൊരു ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് ചിലവരിങ്ങനെ ചെയ്തോണ്ട്. ഫ്രാങ്ക് ആയി ചോദിച്ചോട്ടെ, വളരെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു റിമാക്ക്. അല്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ എത്ര രസമായിട്ടുള്ള സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 22FK നിങ്ങളുടെ ആ സീൻസിനൊക്കെ എന്തുമാത്രം ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ. നിങ്ങൾ നായകനും നായികയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ മാറിപ്പോയില്ലേ? ഇപ്പോൾ പല ഇക്വേഷനും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയിട്ടില്ലേ? പല ഇക്വേഷൻസും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സ്ഥായി ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ നേരത്തെ പറഞ്ഞ സുഹൃത്ത് ബന്ധങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ളത് വളരെ റെയർ ആയിട്ടാണുള്ളത്. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളത്. കാലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു വൺ ഫ്രൈഡേ ക്യാൻ ചേഞ്ച് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ് ഓൾസോ. റിഗ്രറ്റ്സ്? നോ റിഗ്രറ്റ്സ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഇൻ മൈ ലൈഫ്. വെരി ഹാപ്പി. ഇനിയും ഇതേപോലെ തന്നെ വീണ്ടും നമുക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ശരി, ഞാൻ ആട് 3 ക്യാരക്ടേഴ്സിനെ നന്നായി പെട്ടെന്ന് പറയാം. ഇവരുടെ ആട് 3 എന്തായിരിക്കും ഇവർ തരിക എന്നുള്ളത് വൺ വേർഡിൽ പറയാൻ പറ്റുമെങ്കിൽ പറയുക. അറക്കൽ അബു എന്തായിരിക്കും ആട് 3 അദ്ദേഹം ഉണ്ടാക്കുന്നത്? അറക്കൽ അബു കൈപ്പുഴ കുഞ്ഞപ്പനെ വിടില്ല പ്രാവശ്യം. പിന്നെയും അറക്കൽ അബുവിനെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച്, ടീം മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തിട്ട് പോയത്. ഇപ്രാവശ്യം വിടാൻ ഉദ്ദേശിക്കുക. അടിപൊളി. ക്യാപ്റ്റൻ ക്ലീറ്റസിന് കിളി വന്നിരുന്നെങ്കിൽ എന്ന് നമ്മള് ഓഡിയൻസ് ഒന്ന് ആഗ്രഹിച്ചു പോകും. കിളി വന്നിരുന്നെങ്കിൽ. ബിക്കോസ് അയാൾ അതിനകത്ത് കാണിക്കാൻ പോകുന്ന കാര്യങ്ങള് ചില്ലറയൊന്നുമല്ല. അയാൾ കാരണം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങള്. സോമൻ കുറച്ചുകൂടെ ബുദ്ധിമാനാവുന്നു, കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടെയുള്ള മണ്ടനായ ബാറ്റർ സൈമനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ഈ ഓവർ ഷാഡോ ചെയ്യാനായിട്ടുള്ള പരിപാടികളാണ്. അത് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കും. ഡ്യൂഡിന് എങ്ങനെയെങ്കിലും ബാങ്കോക്കിൽ തിരിച്ചു പോകണമെന്നാണ്. പക്ഷെ ഇപ്പം തമിഴന്മാര് പിടിച്ചോണ്ട് പോയി. അതിപ്പോഴും അവിടെ തന്നെ തമിഴന്മാര് പിടിച്ചോണ്ട് പോയല്ലോ. അപ്പൊ തമിഴന്മാര് പിടിച്ചോണ്ട് പോയ ഡ്യൂഡിന്റെ അവസ്ഥയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത്. ഡ്രാഗൺ പൈലി ഡൂഡിന്റെ കൂടെ പെട്ടുപോയി. തമിഴന്മാരുടെ കൂടെ പൈലിയും പെട്ടിട്ടുണ്ട്. അപ്പം ഇനി അത് ബാങ്കോക്കിൽ തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ എപ്പിസോഡിൽ അറിയാം. ശശി ആഭ്യന്തരമന്ത്രി, PWD മിനിസ്റ്റർ. പുള്ളിക്ക് വേറെന്തോ വകുപ്പുകളും കൂടെ കിട്ടിയിട്ടുണ്ട്. ഡ്രൈവർ പൊന്നപ്പൻ സർപ്രൈസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. പൊന്നപ്പൻ എവിടെ പോയല്ലോ, മറ്റേ പൊന്നപ്പനെ എവിടെ നമുക്ക് അറിയില്ല. ഇപ്പൊ സർബത്ത് ഷമീർ
ഷമീറിന്റെ കൂടെ ഉണ്ടായിരുന്ന ജോയിൻ ചെയ്തവരൊക്കെ ഇപ്പം CAയും SP വരെയൊക്കെ ആയി. ഷമീറിന് ഇപ്പോഴും ശക്തമായ ഒരു കേസ് അങ്ങോട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റേ കുറെ പാടുപെട്ടെങ്കിലും മറ്റേ ഇതൊക്കെ പിടിച്ചെങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഷമീറിന് കിട്ടിയില്ല. അത് പാപ്പനും ടീമിനും പകുതി പോയി. ബിക്കോസ് ഷമീർ അതിനെ ഒരു ഇൻഫ്ലുവൻസർ ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ കലിപ്പില് ഷമീർ ഇപ്പോഴും SI ആയി തുടരുകയാണ്. ഷമീറിന് എങ്ങനെയെങ്കിലും ഒരു പ്രമാദമായ കേസ് അന്വേഷിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു CI SP വരെയെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹത്തിൽ ഷമീർ നടക്കുകയാണ്. അത് ഈ പ്രാവശ്യം നടക്കും നമുക്ക് നോക്കാം. ഷമീറും സൽമാൻ ഖാനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം? അല്ല, ഷമീർ അത് ഇൻസ്പയർ ആയ ആളാണ്. ഷമീറിന് എങ്ങനെയെങ്കിലും അതുപോലെയൊക്കെ ആവണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഷമീർ ആ കോപ്രായൊക്കെ കാണിച്ച് നടക്കുന്നത്. പക്ഷെ അവിടെ വരെ സാത്താൻ സേവ്യർ എന്താ കടത്താൻ ഉദ്ദേശിക്കുന്നത്? സാത്താൻ സേവ്യറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മട്ടവും പോയി, $1 മില്യൺ പോയി. അപ്പം സാത്താന് എന്താ സംഭവിച്ചതെന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ് ഇപ്രാവശ്യം. ബിക്കോസ് എല്ലാം പോയി. $1 മില്യൺ പോയതാണ്. അതിന്റെ കൂടെ അതിൽ നിന്നും പ്രതീക്ഷ കമ്മട്ടവും പോയി. ഇപ്പൊ സാത്താൻ എവിടെയാണെന്നുള്ളത് സിനിമ കാണുമ്പോ അറിയാം. വലിയ പ്രശ്നത്തിലാണ്. ഇരുമ്പ് അബ്ദുള്ളയെ മിസ് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി ഇരുമ്പ് അബ്ദുള്ളയും ഇന്റർപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപക്ഷെ വിജയ് ബാബു ആയിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു കോമഡി സീൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന സമയത്ത് കൊടുത്തിട്ടുണ്ടാവുക. അല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. പല സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതില് വലിയ ഫേമസ് ആയ എന്താ പേര് പറയാൻ താല്പര്യമില്ല. ഒരു അനോണിമസ് കോളാണ്, പറയണ്ട. അയ്യോ, മൊബൈൽ നോക്കിയിട്ട് ഇരുമ്പ് അബ്ദുള്ള കോളിംഗ്. അപ്പൊ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാപ്പന്റെ വീടിന്റെ ആധാരമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ. അപ്പം നോക്കാം എന്താ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഉതുപ്പൊക്കെ ഈ ടെറൈനില് ഇല്ല. ഉതുപ്പൊക്കെ ആകെ ക്ഷീണിച്ചു പോയിരിക്കാം. ഈ ടെറൈനിൽ ഉതുപ്പില്ല. പാപ്പന്റെ അമ്മ മറിയമ്മ അവരൊക്കെ ഉണ്ട്. പാപ്പനോട് കലിപ്പാണ്. കാരണം വീടിന്റെ ആധാരം തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ള പൈസ എല്ലാം സ്വത്തുക്കളെല്ലാം ഇപ്പം ദാരിദ്ര്യത്തിലാണല്ലോ. അപ്പൊ പാപ്പനോട് തീർത്താതിരാത്ത കലിപ്പുണ്ട്. ഹക്കിമിനൊരു തിരിച്ചുവരവ് പറയാൻ പറ്റില്ല. അണ്ണലി സാബും ടീം എങ്ങനെ? അല്ല, അവരൊക്കെ ജയിലില്ല. അവരൊക്കെ ജയിലിലാണ്. എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ഡീൽ ചെയ്യണം നോക്ക്. കേശവ ശർമ്മ IPS 10,000 കൊടുത്ത് പോയതാണ്. പിന്നെ എന്തെങ്കിലും ഇല്ല. അത് ഇതിലൊക്കെ അവരൊന്നും എത്തിയിട്ടില്ല. ഇത് വേറെ ടെറൈനിലേക്ക് മാറാണ്. ഭാര്യ ഉപേക്ഷിച്ചു പോയ കൃഷ്ണൻ മന്ദാരം, അതായത് ഭഗത് മാനുവൽ ശക്തമായി വേറെ പെണ്ണുങ്ങളെ നോക്കി നടക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ ലോലൻ, അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ ഇതിൽ ഭാഗമാവോ? ഇനി ഹരീഷ് ഉണ്ടല്ലേ? ഈ ഫുക്രു ആരെങ്കിലും റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? റീപ്ലേസ് അല്ല, അത് കഥയുടെ ഭാഗമാണ്. മൂങ്ങ എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. മൂങ്ങ നല്ല കുടിക്കായിരുന്നല്ലോ. കുടി നിർത്താനായിട്ട് അവിടെ വിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാസ്റ്റിൻ പത്രോസ് അല്ല, ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അത് ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിയുമ്പം സോഷ്യൽ മീഡിയ അങ്ങ് അസ്യൂം ചെയ്യാണ്, റീപ്ലേസ് ചെയ്തു, അത് ചെയ്തു. കാണുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് അതിനകത്ത് ഉണ്ടാവും. ഫൈനലി സോഷ്യൽ മീഡിയ ഒന്നാകെ ചോദിക്കുന്ന ചോദ്യം, എന്ന് ടീസർ ഡ്രോപ്പ് ചെയ്യും? 28-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ട്രെയിലർ. ഒന്നില്ലെങ്കിൽ ഫെബ്രുവരി 22-ാം തീയതി അല്ലെങ്കിൽ മാർച്ച് 1-ാം തീയതി. മാർച്ച് 1-ാം തീയതി. അതൊരു അനൗൺസ്മെന്റ് ഫൈനലി. അതിന്റെ സ്ക്രീനിങ് എങ്ങനെയാ? മറ്റേ ബുർജ് ഖലീഫയിലോ അങ്ങനെ നമുക്ക് അതൊരു ടൈംസ് സ്ക്വയറിലോ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു മിഥുനോട്. ആടല്ലേ നമുക്ക്. മിഥുൻ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ബുർജ് ഖലീഫയില് നമുക്ക് വെക്കണം, വലിയ പടമാണ്. ടൈംസ് സ്ക്വയറിൽ 1, പിന്നെ ന്യൂയോർക്കിൽ ഇവിടെ 1, പിന്നെ താജ്മഹൽ വേണോ, ഐഫൽ ടവർ. അപ്പൊ പറഞ്ഞു ഇല്ല, ആടല്ലേ നമുക്ക് എന്തും ചെയ്യാലോ, നീ എവിടാന്ന് പറഞ്ഞാൽ മതി ഇതിനെ, ഞാൻ AI ചെയ്ത് തരാം. ആടിന് നമുക്ക് എന്തായാലും ഓൺലൈനിൽ ഇട്ടാൽ മതില്ലോ. മേക്ക് ബിലീഫ് എന്നുള്ളതല്ലേ തരാം. ഇത് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഫൈനലൈസ് ആയിട്ടില്ല. ആഗ്രഹം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ആടെന്ന് പറയുന്നത് ഒരു 10 വയസ്സിനും 60 വയസ്സിനും വരെ എല്ലാവർക്കും പബ്ലിക്കില് ഒരു ടാർഗറ്റ് ഏജ് ഇല്ലാത്ത സിനിമ, ഒരു പബ്ലിക് ഇവന്റ് ആയിട്ട് പബ്ലിക്കായിട്ട് ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. സംഭവം ജനങ്ങളുടെ മുമ്പിൽ ഒരു ഹാളില്
ഇരുത്തി ഒരു ചെറിയ ക്രൗഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു ഇവന്റ് അല്ല. ഇതൊരു പബ്ലിക് ഈവന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവരും വരട്ടെ, സോഷ്യൽ മീഡിയക്ക് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പബ്ലിക് ഈവന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.